ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു 6 വർക്കിന് ഇറങ്ങുന്നത്. നമ്മളെ വണ്ടി മുകളിലാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പ്ലേ സ്റ്റോർ എടുത്ത് ഊബറിന് വല്ല അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കി. അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഊബർ റാപ്പിഡോ യാത്രയൊക്കെ ഓണാക്കി. ഇന്നലെ നമ്മൾ ബിയിൽ 122 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അങ്ങനെ 4 ഘട്ട CNG ഉണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് മുണ്ടമ്പാലം ചായക്കടയിൽ വന്ന് അവിടെ വന്നിട്ട് കുറേ ദിവസമായിട്ടോ. ഇവിടുന്ന് ഒരു ചായയും കുടിച്ചപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എയർപോർട്ടിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ കസ്റ്റമർ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ടെർമിനൽ 3 ഇൻ്റർനാഷണലാട്ടോ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ ഇവിടെ എയർപോർട്ടിൽ നമ്മൾ വിഷ്ണു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അവൻ ലൊക്കേഷൻ അയച്ചെന്ന് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പണ്ടൊക്കെ എയർപോർട്ടിൽ വരുമ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാട്ടോ വിഷ്ണുവിൻ്റെ വണ്ടി അമേസാണ്. ആദ്യം ഡിസയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കൊടുത്തിട്ട് അമേസ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു അരമണിക്കൂറോളം വർത്താനം പറഞ്ഞ് നിന്ന് പിന്നെ അവനൊരു ട്രിപ്പ് അടിച്ച് അവൻ അങ്ങനെ പോയി. അപ്പോൾ ഞാനും അവിടുന്ന് പിന്നെ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോരുന്ന വഴിക്കാണ് ഞാൻ ഈ ഹോട്ടൽ കണ്ടത്. ഞാൻ ആദ്യം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും കടലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പത്തിരിയും കടലാക്കി. അങ്ങനെ അവിടെ നമ്മൾ ചായം കുടിച്ചിട്ട് നേരെ അത്താണിയിലേക്ക് വിട്ടു. അവിടെ ഒരു 20 മിനിറ്റ് നിന്നപ്പോൾ തന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വണ്ടിയിൽ കസ്റ്റമറിൻ്റെ ഒരു മൊബൈൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഊബർ ഓഫ് ചെയ്തിട്ട് വീണ്ടും അമൃത ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു. ഊബറിൽ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കൂല. അതുകൊണ്ട് പിന്നെ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അമൃതയിലേക്ക് പോയിട്ട് അവിടെ പാർക്ക് ചെയ്ത് എന്നിട്ട് അവിടുന്ന് പാർക്കിംഗ് അത്യാവശ്യം ദൂരം ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് പാർക്കിംഗ് അമൃത ഹോസ്പിറ്റലിന് തന്നെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ കസ്റ്റമറെ കണ്ടു. ഫോൺ തിരിച്ചു കൊടുത്ത് ഒരു 100 രൂപയും തന്നു. ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു പാർക്കിങ്ങിന് 20 രൂപയും പോകും. പിന്നെ നമ്മളെ കുറച്ച് സമയം പോയി. അത് പോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഒരു 10:46 ആയപ്പോൾ വീണ്ടും ഊബർ ഓണാക്കി. നമ്മളെ CNG ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള CNG പമ്പിലേക്ക് പോയി. അവിടുന്ന് CNG അടിക്കുന്ന ഇടയിൽ നമുക്കൊരു റെൻ്റൽ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു 3 മണിക്കൂറിൻ്റെ. മുമ്പിൽ ഒരു 3 വണ്ടിയും പാടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 മിനിറ്റ് ഒന്ന് കസ്റ്റമറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഈ മുമ്പിലുള്ള ഷിഫ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. കോഴിക്കോടുള്ള ആൾക്കാരാണ്. അങ്ങനെ CNG അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോയി. റെൻ്റൽ ട്രിപ്പിൽ നമുക്ക് ടോട്ടൽ 4 സ്ഥലത്താട്ടോ പോവേണ്ടത്. ഒന്ന് ഇവിടെ നമ്മളെ നോർത്ത് പറവൂരിൻ്റെ അവിടെ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കളമശ്ശേരി, മൂന്നാമത്തേത് തോപ്പുംപടി. പിന്നെ തോപ്പുംപടിയിൽ നമ്മൾ പിക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് ഡ്രോപ്പ് ചെയ്യാനുള്ളത്. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന് നമുക്ക് ടോട്ടൽ 1221 രൂപയായിട്ട് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ എക്സ്ട്രാ കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. 35 കിലോമീറ്ററാണ് ഇതിൽ ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ടോട്ടലി 72 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാർജ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഓട്ടോമാറ്റിക്കലി കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 ട്രിപ്പും കൂടി ഓടിയതിനു ശേഷം നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഒരു 5:30 സമയപ്പോൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കിയപ്പോൾ ഊബറിൽ അങ്ങനെ ട്രിപ്പോട് ട്രിപ്പ്. അതൊന്നും നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ട ഭാഗത്തേക്ക് ആയിരുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ അക്സെപ്റ്റ് റേറ്റ് കുറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഊബർ ഓഫ് ചെയ്ത് റാപ്പിഡോ യാത്രയും മാത്രം ഓണാക്കിയിട്ട് നേരെ റൂമിലേക്ക് പോയി. നമ്മൾ ഈ ഭാഗത്തേക്കുള്ള കാര്യമായിട്ടുള്ള ട്രിപ്പൊന്നും നമുക്ക് അടിച്ചില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. റാപ്പിഡോ യാത്രയൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ബാക്കി നാളെ.